ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കർണാടകയിലെ ഹലേബീഡുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിലാണ്. കണ്ണൂരിൽ നിന്നും 232 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയത്. ലോകമെമ്പാടുമുള്ള ചരിത്രപ്രേമികളുടെ ശ്രദ്ധ നേടിയ ഈ ക്ഷേത്രം ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു അമൂല്യ പൈതൃക സ്മാരകമാണ്. 12-ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഭഗവാൻ ശിവന് സമർപ്പിച്ചതാണ്. ഒരിക്കൽ ഹൊയ്സാല രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹലേബീഡു അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും സാംസ്കാരികമായി മുന്നിട്ടു നിന്നതുമായ നഗരങ്ങളിലൊന്നായിരുന്നു. ഏകദേശം 9 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇന്നും അതിൻ്റെ അതുല്യമായ ശില്പകല കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഹൊയ്സാലേശ്വര ക്ഷേത്രം ഒരു ഏക ക്ഷേത്രമായി തോന്നും. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ 2 ശിവക്ഷേത്രങ്ങൾ ചേർന്നുള്ള അപൂർവമായ ഒരു ഇരട്ട ക്ഷേത്ര സമുച്ചയമാണ്. 2 പ്രത്യേക ഗർഭഗൃഹങ്ങളെയും ഒരു പൊതുമണ്ഡപം ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഭക്തർ ഒരുമിച്ച് കൂടാനും ആരാധനാ ചടങ്ങുകൾ നടത്താനും ഉപയോഗിച്ചിരുന്ന ഈ മണ്ഡപം ക്ഷേത്രത്തിൻ്റെ പ്രധാന കേന്ദ്രഭാഗമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ കാര്യം, ഇന്നത്തെ ഹലേബീഡു ഒരിക്കൽ ദൊരസമുദ്ര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നതാണ്. ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിലൊന്നായിരുന്ന ഈ പ്രദേശം അന്നത്തെ സാംസ്കാരിക ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു. ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് സോപ്പ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന മൃദുവായ കല്ലാണ്. കൊത്തുപണിക്ക് അനുയോജ്യമായ ഈ കല്ല് കാലക്രമേണ കൂടുതൽ ദൃഢമാകുകയും ശില്പങ്ങൾക്ക് ദീർഘായുസ് നൽകുകയും ചെയ്തു. ഈ മഹത്തായ സ്മാരകം ഒരു രാജാവല്ല, കേട്ടമല്ല എന്നു പേരുള്ള സമ്പന്നനായൊരു വ്യാപാരിയാണ് നിർമ്മിപ്പിച്ചത്. ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ വളർച്ചയിൽ വ്യാപാരികൾക്കും എത്രത്തോളം പ്രധാന പങ്കുണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഹൊയ്സാല വാസ്തുവിദ്യയുടെ മറ്റൊരു പ്രത്യേകത നക്ഷത്രാകൃതിയിലുള്ള അടിസ്ഥാന രൂപകൽപ്പനയാണ്. ഈ രൂപകൽപ്പന ക്ഷേത്രത്തിന് കൂടുതൽ ഭംഗിയും കൊത്തുപണികൾക്ക് കൂടുതൽ ഇടവും നൽകുന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തിന്റെയും ശില്പകലയുടെ മികവിന്റെയും ജീവനുള്ള സാക്ഷ്യമാണ്. മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിലെ നിരവധി ശില്പങ്ങളിൽ അവ നിർമ്മിച്ച കലാകാരന്മാരുടെ പേരുകൾ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് എന്നതാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ മഹാന്മാരായ ശില്പികളുടെ ഓർമ്മ ഇന്നും ഈ കല്ലുകളിൽ ജീവിച്ചിരിക്കുന്നു. ഓരോ ശില്പവും അതിൻ്റെതായ കഥ പറയുന്നത് പോലെ തോന്നും. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഭീമാകാരമായ ശിലാസ്മാരകമായി കാണപ്പെടും. എന്നാൽ അടുത്തെത്തുമ്പോൾ ആയിരക്കണക്കിന് സൂക്ഷ്മമായ കൊത്തുപണികൾ കണ്ണിൽ പതിക്കും. ഒരു കല്ലിൽ ഇത്രയും സൂക്ഷ്മമായ രൂപങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ഇന്നും പലർക്കും അത്ഭുതമാണ്. ഇത് ഇരട്ട ശ്രീകോവിലുകളുള്ള ക്ഷേത്രമായതിനാൽ ഇവിടെ 2 നന്ദി പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഓരോ നന്ദിയും അതത് ശ്രീകോവിലിലെ ശിവലിംഗത്തെ അഭിമുഖീകരിച്ചാണ് നിലകൊള്ളുന്നത്. അവയിൽ തെക്കുഭാഗത്തുള്ള നന്ദി ഏകദേശം 9 അടി ഉയരമുള്ളതും ഇന്ത്യയിലെ ഏറ്റവും വലിയ നന്ദി പ്രതിമകളിലൊന്നായി കണക്കാക്കപ്പെടുന്നതുമാണ്.
ഒരൊറ്റ കല്ലിൽ കൊത്തിയെടുത്ത ഈ നന്ദികൾ ഇന്ത്യൻ ശില്പകലയുടെ അതുല്യ സൃഷ്ടികളായി കണക്കാക്കപ്പെടുന്നു. ഈ നന്ദി മണ്ഡപത്തിന്റെ പിൻഭാഗത്തായി സൂര്യദേവന് സമർപ്പിച്ച ഒരു ചെറിയ ശ്രീകോവിലും കാണാം. ഏകദേശം 7 അടി ഉയരമുള്ള സൂര്യദേവന്റെ ഈ പ്രതിമ ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ശില്പങ്ങളിലൊന്നാണ്. 7 കുതിരകൾ വലിക്കുന്ന രഥത്തിൽ നിൽക്കുന്ന രൂപത്തിൽ കൊത്തിയെടുത്ത ഈ ശില്പം ഹൊയ്സാല കലാകാരന്മാരുടെ അസാധാരണമായ കരവിരുതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ക്ഷേത്ര പരിസരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് തകർന്ന ശില്പങ്ങളും കല്ലുകൊണ്ടുള്ള അലങ്കാര ഭാഗങ്ങളും പുരാതന വാസ്തുഘടകങ്ങളും സംരക്ഷിച്ചു വച്ചിരിക്കുന്നത് കാണാം. കാലത്തിൻ്റെ ആഘാതത്താലോ അധിനിവേശങ്ങളാലോ കേടുപാടുകൾ സംഭവിച്ച ഈ ഭാഗങ്ങൾ ഒരിക്കൽ ഈ മഹത്തായ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഹലേബീഡുവിലേക്ക് എത്തുന്ന ഓരോ യാത്രികനും ഈ ക്ഷേത്രം ഒരു സന്ദർശനം മാത്രമല്ല, ചരിത്രത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തിൻ്റെയും ശില്പകലയുടെ മികവിൻ്റെയും ജീവനുള്ള സാക്ഷ്യമാണ്. ഹലേബീഡുവിലേക്ക് എത്തുന്ന ഓരോ യാത്രികനും ഈ ക്ഷേത്രം ഒരു സന്ദർശനം മാത്രമല്ല, ചരിത്രത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. ഹലേബീഡുവിലെ ഈ അത്ഭുതകരമായ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കോണും നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാൽ നിറഞ്ഞതാണ്. എത്ര സമയം ഇവിടെ ചെലവഴിച്ചാലും പുതിയതായി കണ്ടെത്താൻ എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് തോന്നും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കൂടുതൽ യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.